ഒരു സബ്ജക്റ്റിനെ പറയുവാണെങ്കിൽ ഒരു നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പഴയ നിയമം യഹോവയായ ദൈവവും ഇസ്രായേൽ മക്കളും തമ്മിൽ ചെയ്ത ഉടമ്പടിയാണ് അല്ലേ. നമ്മൾ അതുപോലെ പുതിയ നിയമം നമ്മൾ പറയാറുണ്ട്, നമ്മളും കർത്താവായ യേശുവും പിതാവായ ദൈവവും തമ്മിൽ ചെയ്ത ഉടമ്പടിയാണ്. അപ്പം അത് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാകാനായിട്ട്, കാരണം നമുക്ക് ഈ ഉടമ്പടിയുടെ പലപ്പോഴും നമ്മൾ ഈ പുതിയ നിയമ വിശ്വാസികളാണെങ്കിലും പഴയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ ജീവിക്കുന്നവരാണ്. അതിൽ ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ഈ പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പുതിയ വ്യവസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ദൈവം നൽകി തന്നിരിക്കുന്ന ദാനങ്ങളെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവിക്കാതെ പോകാനിടയായിത്തീരും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം 8-ാം വാക്യം ഒന്ന് വായിക്കുകയാണ്. മോശെ വന്നു ജനത്തിൻ്റെ മൂപ്പന്മാരെ വിളിച്ചു, യഹോവ തന്നോട് കൽപ്പിച്ച ഈ വചനങ്ങളൊക്കെയും അവരെ പറഞ്ഞു കേൾപ്പിച്ചു. 8-ാം വാക്യം, യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യും എന്ന് ജനം ഉത്തരം പറഞ്ഞു. മോശ ജനത്തിൻ്റെ വാക്ക് യഹോവയുടെ സന്നിധിയിൽ ബോധിപ്പിച്ചു. നമുക്കിതിൻ്റെ സാഹചര്യം നമുക്കറിയാവുന്നവരാണ്. ദൈവം കൽപ്പനകളെ കൊടുത്തു. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ശേഷം സീനായ് മരുഭൂമിയിൽ സീനായ് മലയുടെ അടിവാരത്തിലെത്തിയപ്പോൾ മോശ 40 ദിവസത്തോളം 40 രാവും 40 പകലും ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു. അവിടെ പോയി ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്നു. ദൈവം 10 കൽപ്പനകളും ഒക്കെയും കൊടുത്തു, പ്രമാണങ്ങളൊക്കെ കൊടുത്തു. അത് കൊണ്ട് വന്നിട്ട് ഇസ്രായേൽ മക്കളോട് മൂപ്പന്മാരെ എല്ലാം വിളിച്ചിട്ട് മോശ അതെല്ലാം പറഞ്ഞവരെ കേൾപ്പിച്ചപ്പോൾ അവർ ചെയ്തു. ദൈവത്തിൻ്റെ വ്യവസ്ഥ അവരോട് പറഞ്ഞപ്പം അവർ പറഞ്ഞത് എന്താണ്? യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യുമെന്ന് ജനം ഉത്തരം പറഞ്ഞു. മോശ ജനത്തിൻ്റെ വാക്ക് യഹോവയുടെ സന്നിധിയിൽ ബോധിപ്പിച്ചു. ഒരു നിമിഷം ഒന്ന് നമ്മുടെ ഇമാജിനേഷൻ ഉപയോഗിച്ചൊന്ന് കാണണം. അതായത് ദൈവം ഒരു കോൺട്രാക്റ്റ് എഴുതി, ഒരു ഉടമ്പടി എഴുതി എല്ലാം റെഡിയാക്കിയിട്ട് മോശയുടെ കയ്യിൽ കൊടുത്തു വിട്ടു. ഇതെല്ലാം ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട് അല്ലെ. മോശ മുഖാന്തരം കൊണ്ടുവന്നതാണ് പഴയ നിയമം എന്നൊക്കെ. ആ ഉടമ്പടി കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ മറ്റേ പാർട്ടി ആരാണ്? മനുഷ്യരാണ്, ഇസ്രായേൽ മക്കളാണ്. അവരുടെ മുന്നിൽ വന്ന് ഇതെല്ലാം വായിച്ച് കേൾപ്പിച്ചു. ഇതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. നിങ്ങൾ ഓക്കെ ആണോ? നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ? അപ്പോൾ ജനമെല്ലാം എന്താ പറഞ്ഞു? ഞങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനം അഗ്രി ചെയ്തു. അപ്പം മോശ ചെന്നിച്ച് ദൈവത്തോട് പറഞ്ഞു, ജനം ഓക്കെയാണ്, അവർ അഗ്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഉടമ്പടി സൈൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതാണ് അവിടെ നടക്കുന്ന ആ പിക്ചർ. അതാണ്. അത് കഴിഞ്ഞ് ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിച്ചാൽ, ഞാൻ എല്ലാ വാക്യവും വായിക്കുന്നില്ല, 1-2 വാക്യങ്ങൾ അവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം 1-2 വാക്യങ്ങൾ വായിക്കാം. ആവർത്തനം 27-14. അപ്പോൾ ലേവ്യർ എല്ലാ ഇസ്രായേലിയരോടും ഉറക്കെ വിളിച്ചു പറയേണ്ടത് എന്തെന്നാൽ, ശില്പിയുടെ കൈപ്പണിയായി യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെയും കൊത്തിയോ വാർത്തോ ഉണ്ടാക്കി രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്നുത്തരം പറയണം. അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. കൂട്ടുകാരൻ്റെ അതിർ നീക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. കുരുടനെ വഴി തെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. അങ്ങനെ താഴോട്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട് 27-ാം അധ്യായത്തിൽ. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം 28-ാം അധ്യായത്തിൽ വരുമ്പോഴത്തേനും ഇതിനകത്തുള്ള കാര്യങ്ങൾ അതുപോലെ പാലിക്കപ്പെട്ടാൽ അവരുടെ ജീവിതത്തിൽ ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹവും ഇതിനെ ലംഘിച്ചാൽ അവരുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ശാപത്തെക്കുറിച്ചുമാണ് ആവർത്തന പുസ്തകം 28-ാം അധ്യായം പറയുന്നത്. നിങ്ങൾക്ക് സമയമെടുത്ത് നിങ്ങൾ എപ്പോഴേലും അത് വായിച്ചു നോക്കുക. ഞാനിപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്തേക്ക് പോകുന്നില്ല. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ കർത്താവ് ഇവരോട് പറഞ്ഞ ഈ ഉടമ്പടി നിങ്ങൾ സൈൻ ചെയ്തതാണ്.
ഉടമ്പടി എഴുതി, നിങ്ങൾ ഒപ്പിട്ടു, ഞാനും ഒപ്പിട്ടു. അപ്പം ഈ ഉടമ്പടിക്ക് സാധുത വന്നു, നിയമസാധുത വന്നു. ആ നിയമസാധുത വന്ന സമയം തൊട്ട് ഇതിലേതെങ്കിലും ഒന്ന് ലംഘിച്ചാൽ അവർക്ക് എന്താണ് അതിൻ്റെ ഭവിഷ്യത്ത് എന്നുള്ളതാണ് 28-ാം അധ്യായത്തിൽ. ഈ ഉടമ്പടി തന്നെ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ലഭിക്കും, ഈ ഉടമ്പടി ലംഘിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് 28-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇതാണ് പഴയ ഉടമ്പടി എന്ന് പറയുന്നത്, അല്ലേ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ പഴയ ഉടമ്പടിക്ക് മുമ്പ് തന്നെ ദൈവം വേറൊരു ഉടമ്പടി ചെയ്തിരുന്നു, ഒരു നിയമം ചെയ്തിരുന്നു. ഈ പഴയ നിയമം വരുന്നതിന് മുമ്പ് തന്നെ ദൈവം വേറൊരു നിയമം ചെയ്തിരുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22:15. യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്ത് നിന്ന് അബ്രഹാമിനോട് വിളിച്ചരുളി ചെയ്തത്, നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായ്ക കൊണ്ട്, 17-ാം വാക്യം, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും, നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു. ഇപ്പം ഇവിടെ അബ്രഹാം ഇവിടെ നടക്കുന്ന സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ പുത്രനായ ഇസഹാക്കിനെ, നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ തന്നെ യാഗം കഴിക്കുവാനായിട്ട് മോറിയ മലയുടെ മുകളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പറഞ്ഞു. താൻ മടിക്കാതെ തന്നെ കൊണ്ടുവന്നു. എബ്രായ ലേഖന കർത്താവ് പറയുന്നുണ്ട്, അവിടെ അബ്രഹാമിന് യാതൊരു ശങ്കയും ഉണ്ടായിരുന്നില്ല. താൻ വിശ്വസിച്ചതാണ്, അഥവാ എൻ്റെ മകൻ മരിച്ചു പോകുവാണെങ്കിൽ ആ ചണ്ടി കുമ്പാരങ്ങളിൽ നിന്ന് ഒരു മകനെ ജീവിപ്പിച്ചു തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാമിന് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, തൻ്റെ കൂടെ വന്ന ബാല്യക്കാരോട് താൻ പറഞ്ഞത് പ്രകാരമാണ്, ഞാനും ബാലനും അവിടെ മലയുടെ മുകളിൽ പോയി ആരാധന കഴിച്ച് ഞങ്ങൾ മടങ്ങി വരാം എന്നാ പറഞ്ഞു. അപ്പോൾ അവർ രണ്ടുപേരും മടങ്ങി വരും എന്നുള്ള പൂർണ്ണ ബോധ്യം തനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ദൈവം പറയാണ്, നീ എന്നെ പൂർണ്ണമായി വിശ്വസിച്ചത് കൊണ്ട്, ഇതുകൊണ്ടാണ് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുന്നത്. ഇത് വിശ്വാസത്തിൻ്റെ ഒരു മാർഗത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്. വിശ്വസിച്ചത് കൊണ്ട് ഞാനൊരു നിയമം ചെയ്യുവാണ്. ആ നിയമം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ സന്തതിയുമായിട്ടാണ് ഞാൻ ആ നിയമം ചെയ്യുന്നത്. ആ നിയമം ചെയ്ത് ആ സന്തതി മുഖാന്തരം സകലരും അനുഗ്രഹിക്കപ്പെടും. ഇതാണ് പറഞ്ഞത്. ഞാനതിനെ ഗലാത്യ ലേഖനത്തിൽ നിന്നും കൂടെ ഒന്നുകൂടെ വായിക്കാം. ഗലാത്യ ലേഖനം 3:16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, 17 വരെയുള്ള വാക്യങ്ങൾ. ഗലാത്യർ 3:16. എന്നാൽ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്ക് എന്ന അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്ക് എന്ന ഏകനെ കുറിച്ച് അത്രയും പറയുന്നത്, അത് ക്രിസ്തു തന്നെ. അപ്പോൾ ആ സന്തതി ഏതാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഇത് ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം ആ ഒരു സന്തതിയുടെ പുറത്താണ് ചെയ്തത്. അത് കർത്താവായ യേശു ക്രിസ്തു തന്നെ എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നതിൻ്റെ അത് നമുക്ക് 17-ാം വാക്യത്തിലേക്ക് വരാം. അത് കഴിഞ്ഞിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളൊന്ന് വായിക്കാം. യെശയ്യാവ് 42:6 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന്. 6-ാം വാക്യം തൊട്ട് വായിക്കുകയാണ്. കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ നിന്ന് ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും. നിന്നെ ജനത്തിൻ്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. അവിടെ ഉടമ്പടി ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ് ഉടമ്പടി. യേശുവിനെയാണ് നിയമമാക്കിയതെന്ന് ബൈബിൾ പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇത് ന്യായപ്രമാണം, അല്ലെങ്കിൽ ന്യായപ്രമാണം വരുന്നതിന് മുമ്പേ, പഴയ നിയമം വരുന്നതിന് മുമ്പേ ദൈവം
അബ്രഹാമിനോട് വാഗ്ദത്തം വഴി ചെയ്ത ഒരു ഉടമ്പടിയാണ്. നിന്റെ സന്തതിയോട് ഞാനൊരു നിയമം ചെയ്യും, ആ നിയമം വഴി ജാതികളെല്ലാം അനുഗ്രഹിക്കപ്പെടും, അവനെ ഞാൻ നിയമമാക്കി മാറ്റും. ഇതാണ് പിതാവായ ദൈവവും കർത്താവായ യേശുക്രിസ്തുവും തമ്മിലുള്ളതായിട്ടുള്ള ഉടമ്പടിയാണ്. അത് അബ്രഹാമിനോടാണ് അതെന്ന് സംസാരിച്ചത്, നിന്റെ സന്തതി മുഖാന്തരം എന്ന് പറഞ്ഞു. അതിനെ ഞാൻ നിയമമാക്കുമെന്ന് പറഞ്ഞത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ഉൽപ്പത്തി പുസ്തകം ഞാൻ നേരത്തെ വായിച്ച ഗലാത്യ ലേഖനം 3:17 പറയുന്നത്, ഗലാത്യർ 3:17, ഇത് ഞാൻ പറയുന്നതിൻ്റെ താല്പര്യമോ, ഇതൊക്കെ പറയുന്നതിൻ്റെ താല്പര്യമോ 430 ആണ്ട് കഴിഞ്ഞിട്ട്, അതായത് അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ശേഷം 430 ആണ്ട് കഴിഞ്ഞിട്ടുണ്ടായ ന്യായപ്രമാണം വാഗ്ദത്തത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുമ്പ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല. ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ച് ഞാൻ പറയുന്നതിന് താല്പര്യം. 430 ആണ്ട് കഴിഞ്ഞിട്ടുണ്ടായ ന്യായപ്രമാണം വാഗ്ദത്തത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുമ്പ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ന്യായപ്രമാണം വന്നു എങ്കിലും ന്യായപ്രമാണം എന്ത് ചെയ്യുന്നില്ല? ദൈവം അതിനു മുമ്പ് കൊടുത്ത വാഗ്ദത്തത്തെ ഒരിക്കലും ദുർബലമാക്കുന്നില്ല. അതാണ് യഥാർത്ഥത്തിൽ ദൈവം നമ്മളോട് ചെയ്തതായിരിക്കുന്ന നിയമം. അപ്പം ന്യായപ്രമാണമോ അവിടെ അത് കഴിഞ്ഞിട്ട് എഴുതുന്നുണ്ട്. അതിൻ്റെ ഗലാത്യ ലേഖനം തന്നെ 3:18, അവകാശം ന്യായപ്രമാണത്താലെങ്കിൽ വാഗ്ദത്തത്താലല്ല വരുന്നത്, അബ്രഹാമിനോ ദൈവം അതിനെ വാഗ്ദത്തം മൂലം നൽകി. ഒരു നിമിഷം ഞാനതൊന്ന് ബാക്കിയും കൂടെ എടുത്തോട്ടെ. ഗലാത്യ ലേഖനം 3:18 വാക്യം, അവകാശ ന്യായപ്രമാണത്തിലെങ്കിൽ വാഗ്ദത്തല്ല വരുന്നത്, അബ്രഹാമിനോ ദൈവം അതിനെ വാഗ്ദത്തം മൂലം നൽകി. അപ്പൊ ചോദിക്കുവാണ്, എന്തിനാണ് പിന്നെ 430 വർഷം കഴിഞ്ഞിട്ടൊരു ന്യായപ്രമാണം കൊടുത്തത്? എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. അപ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്ത ആ സന്തതി വരുന്നത് വരെ എന്ത് ചെയ്തിരിക്കുന്നതാണ്? അത് തൽക്കാലത്തേക്ക് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാണ്. അതാണ് ആ പഴയ നിയമം എന്ന് പറയുന്നത്. അതിനു മുമ്പ് ഇവിടെ നമ്മൾ ഈ ഗലാത്യ ലേഖനത്തിൽ തന്നെ വായിച്ചു, അതായത് അതിന് മുമ്പ് ദൈവം അബ്രഹാമിൽ കൂടെ ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. അത് ഇസ്രായേലിന് മാത്രമല്ല, താൻ മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും, തന്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുന്നൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് 430 വർഷം കഴിഞ്ഞ് ദൈവം ഈ ചെയ്ത ഉടമ്പടി, അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. ഏതാ? മോശ മലയുടെ താഴെയിട്ട് ഇറങ്ങി വന്നിട്ട് ഇസ്രായേൽ മൂപ്പന്മാരെ വിളിച്ചിട്ട് ദൈവം പറഞ്ഞതെല്ലാം അവരോട് പറഞ്ഞു, അവരതുപോലെ ചെയ്തോളാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിൽ ഓരോരോന്നായിട്ട് വിളിച്ചു പറഞ്ഞു. അതിനെല്ലാം ജനം ആമേൻ എന്ന് പറയണം, അതങ്ങനെ തന്നെ എന്ന് അക്സെപ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ശാപവും അതിൻ്റെ അനുഗ്രഹവും അതിൻ്റെ ശാപവും എല്ലാം എഴുതി വെച്ചു. ഇതെല്ലാം എഴുതി വെച്ചു. ഇത് 430 വർഷത്തിന് ശേഷം വന്നതാണ്. അതിനു മുമ്പ് ദൈവം അബ്രഹാമിനോട് കൊടുത്ത വാഗ്ദത്തമാണ്, നിന്റെ സന്തതി മുഖാന്തരം ഞാൻ സകല ജാതികളെ അനുഗ്രഹിക്കപ്പെടുമെന്ന്. എന്നിട്ട് ആ 430 വർഷത്തിന് ശേഷം ആ സന്തതി വരുന്നത് വരെ ജനത്തെ താൽക്കാലികമായിട്ട് പിടിച്ചു വെക്കാൻ അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാനായിട്ട് ഉപയോഗിച്ചതാണ് ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ന്യായപ്രമാണം തുറന്ന് അതാണ്. എന്നാൽ 19-ാം വാക്യം, എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമുക്ക് പോകാം. അപ്പം നേരത്തെ പറഞ്ഞല്ലോ, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ എന്ന് പറഞ്ഞു. ഇതാണ് ആ സന്തതി മുഖാന്തരം നാം അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞതിൻ്റെ സാരം. ഇനി നമുക്ക് 28-ാം അധ്യായത്തെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വായിച്ചല്ലോ, ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ അനുഗ്രഹവും ശാപവും പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഇതെല്ലാം അനുസരിക്കുവാണെങ്കിൽ അനുഗ്രഹവും, അനുസരിച്ചില്ലെങ്കിൽ ശാപവും. നമുക്ക് ആ ശാപത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഗലാത്യ ലേഖനം 3:13 പറയുന്നു. ഗലാത്യർ 3:13,
മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അപ്പം 28-ാം അധ്യായത്തിൽ ന്യായപ്രമാണം ലംഘിച്ചാൽ ഉണ്ടാകുന്ന ശാപത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മെ വിലയ്ക്ക് വാങ്ങി. അപ്പം ബൈബിളിനകത്ത് ഇനി പല വാക്യങ്ങൾ നമുക്ക് ഇതുമായിട്ടൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കാം. അതായത് നിങ്ങളെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സ്വന്തം രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല, നമ്മൾ കർത്താവിനുള്ളവരാണ് എന്നുള്ള വാക്യങ്ങളെല്ലാം ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, നമ്മളിനി ആ ശാപത്തിൻ്റെ കീഴിലുള്ളവരല്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ മരണത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി. ഇനി ഞാൻ ചില കാര്യങ്ങളും കൂടെ ഷെയർ ചെയ്യാം. അതായത് ബൈബിളിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു ഉടമ്പടി എഴുതിയാൽ ആ ഉടമ്പടി എഴുതിയ വ്യക്തി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് എപ്പോഴും വേണേലും മാറ്റുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കർത്താവായ യേശുക്രിസ്തു, പിതാവായ ദൈവവും കർത്താവായ യേശുക്രിസ്തുവും കൂടെ ഉള്ള ഉടമ്പടി, അത് അബ്രഹാമിൽ കൂടെ സന്തതിയോട് ചെയ്ത ഉടമ്പടി, ഈ രണ്ട് ഉടമ്പടി ചെയ്തിട്ട് കർത്താവായ യേശുക്രിസ്തു ഒരിക്കലും മാറ്റാൻ കഴിയാത്ത രീതിയിൽ തൻ്റെ മരണം വഴി അതിനെ സ്ഥിരമാക്കി എന്ന് ബൈബിൾ പറയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടെ ആ ഉടമ്പടി ഒരിക്കലും അൺസീൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഉടമ്പടിയുടെ ഒരു സൈഡ് സൈൻ ചെയ്തിരിക്കുന്ന ആരാണ്? പിതാവായ ദൈവമാണ്. ദൈവം വാക്ക് പറഞ്ഞാൽ മാറുന്നവനല്ല. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വാക്ക് എത്ര തന്നെ ഉണ്ടെങ്കിലും അത് ഉവ്വ് എന്ന് മാത്രമാണ്. ഒരിക്കലും ഉവ്വെന്നും പിന്നെ ഇല്ല എന്നും അല്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം അല്ലെങ്കിൽ വാക്കുകൾ മാറുകയില്ല. അപ്പോൾ ദൈവം ഒരിക്കലും ഇത് ലംഘിക്കാനായിട്ട് പോകുന്നേ ഇല്ല. ദൈവത്തിൻ്റെ സൈഡിൽ ഷുവറാണ്. കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് ആ ഉടമ്പടിയുടെ ശാപം ആ ഉടമ്പടിക്കകത്ത് മനുഷ്യൻ കൂട്ടിയ തെറ്റുകളുടെ എല്ലാം ശാപം തൻ്റെ കയ്യിൽ താൻ ഏറ്റെടുത്തിട്ട് ആ ഉടമ്പടി അങ്ങ് നിവർത്തിച്ചിട്ട് താൻ മരിക്ക വഴി അത് എന്നേക്കുമായിട്ട് സീൽ ചെയ്തു. ഒരിക്കലും മാറ്റാൻ കഴിയുകയില്ല. ഇനി ആർക്കും മാറ്റാനായിട്ട് കഴിയുകയില്ല. അങ്ങനെ സീല് ചെയ്തു അല്ലേ? ഇതാണ് ഈ ഉടമ്പടി. ഈ ഉടമ്പടിയുടെ വക്താക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഈ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മളല്ല ഈ ഉടമ്പടി സൈൻ ചെയ്തത്, അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ലംഘിക്കാൻ കഴിയുകയില്ല. ഈ ഉടമ്പടി പിതാവായ ദൈവവും കർത്താവായ യേശുക്രിസ്തുവും തമ്മിലുള്ള ഉടമ്പടിയാണ്. അതെന്നേക്കും സ്ഥിരമായിരിക്കുന്നതും നിലനിൽക്കുന്നതുമായൊരു ഉടമ്പടിയാണ്. അതത്രയും മനസ്സിലാക്കുക. ഇനി അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പാർട്ട് എന്തുവാന്ന് നമുക്ക് നോക്കാം. ഇത് പിതാവായ ദൈവവും കർത്താവായ യേശുക്രിസ്തുവും കൂടെ ഉള്ള ആ പാർട്ടാണ് നമ്മൾ വായിച്ചത്. ഗലാത്യ ലേഖനം 2:20, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഇതാണ് നമ്മളുടെ പാർട്ടെന്ന് പറയുന്നത്. അതായത് ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് എൻ്റെ ശാപം, എൻ്റെ പാപം, എൻ്റെ രോഗം, എൻ്റെ ജീവിതത്തിൽ ദൈവികമല്ലാത്തത് എന്തൊക്കെയുണ്ടോ അതെല്ലാം കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യ ലേഖനത്തിനകത്ത് വരുന്നുണ്ട്, ഞാൻ ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ജഡത്തെ എൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവികമല്ലാത്ത എല്ലാത്തെയും കർത്താവായ യേശുക്രിസ്തുവിൽ അർപ്പിച്ചിട്ട്, അതാ നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്നൊക്കെ പറയുന്നതും കർത്താവ് അവന് കരുതുന്നതാകയാൽ നിന്റെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ അവസ്ഥകളും, വിഷയങ്ങളും, പ്രതികൂലങ്ങളും, പ്രയാസങ്ങളും, രോഗങ്ങളും, കഷ്ടതകളും, ദുഷ്ടയും ശാപവും പാപവും എല്ലാം താൻ വഹിച്ചുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് കാൽവറിയിൽ ക്രൂശിൽ തൻ്റെ ജീവൻ കൊടുക്കുക വഴി അത് നമ്മളിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. അതാണ് നമ്മൾ നേരത്തെ വായിച്ച് ഗലാത്യർ 3:13, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ ഇരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്ന് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിന് നമ്മുടെ മേൽ ഇനി റൈറ്റ് ഇല്ല. അതായത് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സാധനം വേറൊരാൾ വിലയ്ക്ക് വാങ്ങിച്ചാൽ പിന്നെ എനിക്ക് അതിൻ്റെ മേലൊരു റൈറ്റും ഇല്ല.
എനിക്ക് പോയിട്ട് അതിൽ പോയിട്ട് ഞാനൊന്ന് അതിൽ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നോ, ഞാനത് ഓൾറെഡി നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു, ഇനി നിൻ്റെതല്ല അത് എന്ന് പറഞ്ഞതുപോലെ അതുകൊണ്ടാണ് ഗലാത്യലേഖനം പറയുന്നത് നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം. ന്യായപ്രമാണത്തിൻ്റെ ആ പിടിയിൽ നിന്ന് കർത്താവായ യേശു നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചു. നമുക്കൊന്ന് ബോധ്യമാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവ് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം, എനിക്കൊന്ന് മനസ്സിലാക്കി തരണം, ഇത് എങ്ങനെയാ ഇത് സംഭവിക്കുന്നതെന്ന് എനിക്കൊന്ന് മനസ്സിലാക്കി തരണം. അങ്ങനെ നമ്മൾ പറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ ഇത് മനസ്സിലാകുന്നത്, വ്യക്തതയോടുകൂടി വെളിപ്പെട്ട് കിട്ടുന്നത് കർത്താവ് നമുക്ക് കാണിച്ചു തരുമ്പോൾ. ഓക്കെ, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി. ക്രിസ്തുവിനോടുകൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ആ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അതാണ് കുറേ മുമ്പ് നമ്മൾ കേട്ട ഐഡന്റിറ്റിയെ കുറിച്ചുള്ള ബോധ്യം. ഞാൻ ആ പഴയ സൃഷ്ടി അല്ല, അത് കർത്താവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ജീവിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയാണ്, ക്രിസ്തുവിൽ ദൈവാനുരൂപമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. ഇതാ പഴയത് കഴിഞ്ഞു പോയി, ഇത് സകലത് പുതിയതായി തീർന്നിരിക്കുന്നു എന്നൊക്കെ തിരുവചനം പറഞ്ഞിരിക്കുന്ന ആ പുതിയ സൃഷ്ടിയാണ് ഞാൻ. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത്, ഇപ്പോൾ ശരീരത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഈ ജഡമയമായ ശരീരം എനിക്കുണ്ട്, ബലഹീനതകളുള്ളതായിട്ടുള്ളൊരു ശരീരം എനിക്കുണ്ട്. പക്ഷെങ്കിൽ ഞാൻ ജീവിക്കുന്നുണ്ടല്ലോ ഓരോ ദിവസം അവങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ. ആ വാക്യം എന്താ പറയുക, ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസും യോഹന്നാനും കൂടെ രാവിലെ പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് പോകുന്ന വഴിക്ക് മുടന്തനായ ഒരു വ്യക്തി ഇരിക്കുന്നത് കണ്ടു. ആ വ്യക്തിയുടെ അടുക്കൽ ചെന്നിട്ട് അവന് സൗഖ്യമാകാൻ അവൻ വലുത് കിട്ടുമെന്ന് പറഞ്ഞ് ഇവരെ നോക്കി. ഇവർ പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, പക്ഷെ ഞങ്ങൾക്കുള്ളത് തരുന്നു, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റു, നടന്നു, തുള്ളി ചാടി ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ സ്തുതിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ട് അവനെ അടുക്കൽ വന്നുകൂടി. അവനോട് ചോദിച്ചു, ഇവരെല്ലാവരാണ് സൗഖ്യം നടന്നതെന്ന് അവന് മനസ്സിലായി. അവരെല്ലാവരും ഒരുമിച്ച് പത്രോസിനെ യോഹന്നാന്റെ അടുക്കൽ കൂടി. പത്രോസ് പറയുന്നുണ്ട്, ഞങ്ങളുടെ ശക്തി കൊണ്ടോ ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ഇവൻ സൗഖ്യമുള്ളവനായി തീർന്നു എന്നുള്ള രീതിയിൽ ഞങ്ങളെ നോക്കുന്നത് എന്ത്? ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ. അപ്പോൾ ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താലാണ് രോഗി സൗഖ്യമാകുന്നത്. ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ജയകരമായൊരു ജീവിതം നമ്മൾ നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയും ജയകരമായി തീരുന്നതിൻ്റെ പുറകിലുള്ള പ്രധാനപ്പെട്ട കാരണം കർത്താവായ യേശു ക്രിസ്തുവിങ്കലുള്ള വിശ്വാസത്താൽ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവമായി ചെയ്ത ഉടമ്പടിയിലുള്ള വിശ്വാസത്താൽ, അതിനകത്ത് എൻ്റെ ഓഹരിയെക്കുറിച്ചുള്ള ബോധ്യത്താലുള്ള ഉറപ്പിനാൽ, അതായത് എനിക്കുണ്ട്, അതായത് എനിക്കുള്ളത്, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. എങ്ങനെയാണ് ഞങ്ങൾക്കത് ലഭിച്ചത്? അതായത് ഇവന് സൗഖ്യം കൊടുക്കുമ്പോൾ എനിക്കുള്ളത്, ഞങ്ങൾക്കുള്ളത്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറയുമ്പോൾ ആ ഞങ്ങൾക്കുള്ളത് എങ്ങനെ ലഭിച്ചതാ? ഈ ഉടമ്പടിയുടെ വ്യവസ്ഥയിൽ ലഭിച്ചതാ, ഇല്ലേ? അപ്പം ഈ മറ്റൊരാൾക്ക് രോഗസൗഖ്യത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും, അല്ലെ അവർക്ക് വേണ്ടി രോഗസൗഖ്യത്തിന് വേണ്ടി അവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഉറപ്പുണ്ടായിരിക്കണം, നമ്മുടെ ഭക്തി കൊണ്ടും നമ്മുടെ ശക്തി കൊണ്ടും ഒന്നും അല്ല, കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവമായിട്ടുള്ള ചെയ്ത ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ കാൽവറി ക്രൂശിന്മേലെ പാപത്തെ, രോഗത്തെ, ശാപത്തെ, സകലത്തെയും വേദനകളെല്ലാം ചുമന്നതുകൊണ്ടും വഹിച്ച് അത് മാറ്റിക്കളഞ്ഞതുകൊണ്ട് ആ വിശ്വാസത്താലാണ് ഇവൻ സൗഖ്യമുള്ളവനായിത്തീരുന്നത്. ഈ വിശ്വാസത്താലാണ് ഞാൻ ശാപമില്ലാത്തൊരു ജീവിതം നയിക്കുന്നത്. അല്ലാതെ ഞാൻ കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടി മനുഷ്യൻ്റെ നീതി പ്രവർത്തികൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കറപുരണ്ട തുണി പോലെ ഇരിക്കുന്നെന്നാണ് പറയുന്നത്, അല്ലേ? അപ്പം ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജീവിതം നയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു ക്രിസ്തീയ ജീവിതം ഒഴുകുന്നത്. ഓക്കെ, എഫെസ്യ ലേഖനം 2:4-5 എഫെസ്യ ലേഖനം 2:4-5 പറയുന്നു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ പറയുവാണ്, ഈ രക്ഷ നമ്മൾക്ക് ലഭിച്ചത് നമ്മുടെ ഒന്നിൻ്റെയും കാരണഭൂതനല്ല, നമ്മുടെ ഒരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല, കൃപയാൽ അത്രേ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് പുറകിലുള്ള ഒരു കാരണം ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. ദൈവത്തിൻ്റെ മഹാസ്നേഹമാണ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും കിട്ടിയതിൻ്റെ പുറകിലുള്ള അടിസ്ഥാന കാരണം. അതാണ് നമുക്ക് സൗജന്യമായി ലഭിച്ചു സൗജന്യമായി കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ പറയുന്നത്.
കൊളോസ്യ ലേഖനം 3:3 പറയുന്നു, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മൾ മരിച്ചു. എവിടെ? കാൽവറി ക്രൂശിൽ പാപത്തെയും ശാപത്തെയും രോഗത്തെയും വേദനകളെയും ചുമന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ നമ്മൾ മരിച്ചു. ശാപം ഇല്ല, അതിൽ നിന്ന് നമ്മൾ വിമുക്തരായി. രോഗമില്ല, അതിൽ നിന്ന് നമ്മൾ വിമുക്തരായി. ഇത് വിശ്വാസത്താലാണ് സംഭവിക്കുന്നത്. നമ്മളിത് വിശ്വസിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ശാപം, രോഗം, ദുഃഖം, വേദന ഇതെല്ലാം വരുന്നത്. നേരത്തെ നമ്മൾ കേട്ടു, അറിവില്ലായ്മയാൽ എൻ്റെ ജനം തെറ്റിപ്പോകുന്നു എന്നുള്ള കാര്യം, അല്ലേ? ഗലാത്യ ലേഖനം 3:26 അങ്ങോട്ട് വായിച്ചിട്ട് ഞാൻ നിർത്താം. ഗലാത്യ ലേഖനം 3:26 പറയുന്നു, ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. എങ്ങനെയാ ദൈവത്തിൻ്റെ മക്കളായത്? കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. നമ്മൾ ദൈവമക്കളായതിൻ്റെ പുറകിലുള്ള കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലല്ല. പിതാവായ ദൈവവും കർത്താവായ യേശു ക്രിസ്തുവും തമ്മിലുള്ള ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ പൂർത്തീകരണത്തിൽ നമ്മളെ കൂടെ ഇൻക്ലൂഡ് കർത്താവ് ചെയ്തതുകൊണ്ട്, അതായത് അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തു സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നത്. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ നാം ഓരോരുത്തരും എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് യേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനില്ല, യവനനില്ല, ദാസനില്ല, സ്വതന്ത്രനില്ല, ആണില്ല, പെണ്ണില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ. ക്രിസ്തുവിന് ഉള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളും ആകുന്നു. അപ്പം കർത്താവ് യേശുക്രിസ്തുവിനുള്ളവരാണ് നമ്മളെങ്കിൽ അബ്രഹാമിനോട് അന്ന് ചെയ്ത ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വാഗ്ദത്തത്തിൻ്റെ സന്തതികളാണ്, വാഗ്ദത്ത പ്രകാരം അവകാശികളുമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം ഞാൻ ഇത് രണ്ടും കൂടെ വേർതിരിച്ച് കാണിച്ചതിൻ്റെ കാരണം, അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. പിന്നെ കർത്താവ് ചെയ്ത പ്രവൃത്തിക്കകത്ത് യാതൊരു ഓഹരിയും നമുക്കില്ല. കൃപയിൽ നിന്ന് വീണുപോയി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതാ. അതായത് ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചാൽ അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. അതായത് ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിൽ ഇതിങ്ങനെ പറയുമ്പോൾ ആമേൻ എന്നവർ പറയണം, ഇതിങ്ങനെ ചെയ്യുമ്പോൾ ആമേൻ എന്ന് പറയണം. അത് ഇത് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്ന ആ അടിസ്ഥാനത്തിൽ ഉടമ്പടികളുമൊക്കെ ആയിട്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാണെങ്കിൽ പിന്നെ ക്രിസ്തുവായിട്ട് യാതൊരു ബന്ധമില്ല. അതിനോട് വേർപെട്ട് നമ്മൾ പോയി, കൃപയിൽ നിന്ന് നമ്മൾ വീണുപോയി. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ നമുക്കൊരു പങ്കുമില്ല. നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരായിട്ട് തീരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശാപത്തിന് കീഴിലുള്ളവരായിട്ട് തീരും. അതുകൊണ്ടാണ് നമ്മൾ വ്യക്തതയോടുകൂടി മനസ്സിലാക്കേണ്ടത്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കുഴച്ചൊരു അവിയൽ പരുവമായിട്ട് നമ്മൾ പോകാൻ ഇടവരരുത്. ഇതിലേതെങ്കിലും ഒന്നിനകത്ത് ഉറച്ചു നിൽക്കണം. ഏലിയാവ് പറഞ്ഞതുപോലെ ബാല ദൈവമെങ്കിൽ അവനെ സേവിക്കുക, അല്ലെങ്കിൽ യഹോവ ദൈവമെങ്കിൽ അവനെ സേവിക്കുക. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. ഇരുതോണിയിൽ കാല് വെച്ചാൽ അതിൻ്റെ അവസ്ഥ വല്ലാത്തതായി പോകും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല, കൃപയും പ്രമാണത്തിന് കീഴിലുള്ളവരിലത്തെ ക്രിസ്തുവേശുവിൽ കൂടെ കർത്താവും പിതാവായ ദൈവവും ചെയ്ത അബ്രഹാമിനോട് വാക്ക് പറഞ്ഞ ആ ഉടമ്പടിയുടെ അവകാശികളാണ് കർത്താവായ യേശു ക്രിസ്തു എന്നുള്ള വിശ്വാസത്താലാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകി തന്ന നന്മ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് അതിന് പറയുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. പിതാവായ ദൈവം ക്രിസ്തുവേശുവിലൂടെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുത്തതിനെ കുറിച്ചുള്ള ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മളെ എന്തായിരുന്നു നമ്മൾ വായിച്ചല്ലോ നേരത്തെ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെയും, അല്ലേ? എഫെസ്യർ 2:4-5 വായിച്ചത്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായി നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. ആര് ചെയ്തു? പിതാവായ ദൈവം ജീവിപ്പിച്ചു. കൃപയാൽ അത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, ഒരു പ്രവൃത്തികളും കാരണമല്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണയാ, ദയ ഇന്ന് നമ്മൾ നിലനിൽക്കുന്നത്. ആ ദയയിൽ നമ്മൾ സ്ഥിരം നിലനിൽക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മളിൽ കൂടെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നടക്കും. ദൈവത്തിൻ്റെ സമാധാനവും സ്വസ്ഥതയുള്ളൊരു ജീവിതം നയിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ സ്ക്രൂട്ടണിയുടെ കീഴിലല്ല. നമ്മൾ നേരത്തെ വായിച്ചല്ലോ, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം നോക്കുമ്പോൾ ഉണ്ടല്ലോ, ക്രിസ്തുവിൽ എൻ്റെ ജീവൻ മറഞ്ഞിരിക്കുക. എന്നെ കാണുന്നില്ല, ക്രിസ്തുവിനെയാണ് കാണുന്നത്.
അപ്പോൾ ഞാൻ കണ്ണാടി പോയി നോക്കുമ്പോൾ എന്തോ കാണണ്ടേ? എന്നെ കാണരുത്, ക്രിസ്തുവിനെ കാണണം. നമ്മൾ നിരന്തരമായി നമ്മൾ ക്രിസ്തുവിനെ നമ്മളിൽ കാണുകയാണെങ്കിലുണ്ടല്ലോ, ക്രിസ്തുവിലേശുള്ള സ്വഭാവം നമ്മളിൽ കൂടെ വ്യാപരിക്കാനായിട്ട് തുടങ്ങും. നമ്മൾ പലപ്പോഴും നമ്മളെ കാണുന്നത് നമ്മുടെ പഴയ ആ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ്. ആ കാഴ്ചപ്പാടിനാണ് മാറ്റം വരേണ്ടത്. നമ്മുടെ ചിന്താഗതിക്കാണ് മാറ്റം വരേണ്ടത്. നമ്മുടെ പ്രവൃത്തിയിൽ മാറ്റം വരുത്താനാണ് പലപ്പോഴും നമ്മൾ ശ്രമിക്കാറുള്ളത്. നമ്മുടെ പ്രവൃത്തിയിൽ മാറ്റം വരുത്തിയാൽ നമ്മുടെ പ്രവൃത്തിയായിട്ട് മാറും. നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ പ്രവൃത്തിക്ക് മുമ്പ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക, നമ്മുടെ ഡോമിനൻ്റ് തോട്ടാണ്, നമ്മുടെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ചിന്താഗതിയാണ് പ്രവൃത്തിയായിട്ട് വ്യാപരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിന്താഗതിക്കാണ് മാറ്റം വരുത്തേണ്ടത്. അല്ലാതെ നമ്മുടെ നാളെ തൊട്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം. ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിലാണ് നാളെ തൊട്ട് ഞാൻ അത് ചെയ്യത്തില്ല, നാളെ തൊട്ട് ഞാൻ ഇത് ചെയ്യത്തില്ല, ഇന്ന് തൊട്ട് ഞാൻ ഇത് ചെയ്യത്തില്ല, ഇങ്ങനെ കുറേ നിയമങ്ങളൊക്കെ എടുത്ത് ദൈവത്തിൻ്റെ അടുക്ക് ചെന്നിട്ട് ഇത് തന്നെയാണ് ഇസ്രായേൽ മക്കൾ ചെയ്തത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? നമ്മൾ എത്ര ഉടമ്പടികൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്? ചെയ്ത ശേഷം എന്ത് സംഭവിച്ചു നമ്മുടെ ജീവിതത്തിൽ? എന്തെങ്കിലും നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റിയോ? കുറേയൊക്കെ നമ്മുടെ വിൽ പവർ വെച്ചൊക്കെ ചെയ്തു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു പൊത്തുരുത്ത ക്രിസ്തീയ ജീവിതം നയിക്കുക. അതല്ല ഇവിടെ പറയുന്നത്. കർത്താവ് പറയുന്നത് നമ്മുടെ ചിന്താഗതിക്ക് മാറ്റം വരുത്തുക. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ ദൈവത്തിന് മറഞ്ഞിരിക്കുന്നു, നിങ്ങൾ പുതിയ സൃഷ്ടികളാണ്. ദൈവമാണ് ഇതിന് കാരണഭൂതൻ, ദൈവമാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ നാളെ തൊട്ട് എന്നെ കാണുമ്പോൾ, അല്ല ഇപ്പം തൊട്ട് എന്നെ കാണുമ്പം ആ പഴയ മനുഷ്യനെ കാണുന്നത് നിർത്തലാക്കണം. നമ്മുടെ പഴയ ഓർമ്മ വെച്ച് പലപ്പോഴും നമ്മൾ അത് തന്നെ കാണത്തുള്ളൂ. പക്ഷെ അത് നമ്മൾ മാറ്റണം. അങ്ങനെയല്ല. ഇത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് അത് പറയുക ഒരു പ്രാവശ്യം പറഞ്ഞ കാര്യമല്ല, നിരന്തരമായി തന്നോട് പറഞ്ഞ് അവസാനം തനിക്ക് തൻ്റെ ജീവിതത്തിൽ കൺഫർമേഷനായിട്ട് മാറി. എന്ന് പറയുന്നത് പോലെ നിരന്തരമായിട്ട് പറയണം, ഇത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നെ വിലയ്ക്ക് വാങ്ങി, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിന് കീഴിൽ നിന്ന് എന്നെ വിലയ്ക്ക് വാങ്ങി. ഞാനിനി എനിക്കുള്ളതല്ല, എന്നെ ഒരുവൻ വിലയ്ക്ക് വാങ്ങിയാൽ ആ വിലയ്ക്ക് വാങ്ങിയവൻ്റെയാ ഞാൻ. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റിയിലല്ല ഞാൻ ജീവിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐഡൻറ്റിറ്റിയിലാണ് ഞാൻ ജീവിക്കുന്നത്. ആ ബോധ്യം നമ്മളെ നിരന്തരം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ ഐഡൻറ്റിറ്റിയിലുള്ളതായിരിക്കുന്ന ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായിട്ട് നമ്മൾ തീരും. ആ ദിവ്യ സ്വഭാവം നമ്മളിൽ കൂടെ വ്യാപരിക്കുവാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മളല്ല പ്രവർത്തിക്കുന്നത്, നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ കൂടെ അവൻ്റെ പ്രവൃത്തികളെ ചെയ്തെടുക്കും. അപ്പം നമ്മൾ പറയത്തില്ല, ഞാൻ എൻ്റെ പ്രതാപമഹത്വത്താൽ, എൻ്റെ കൈക്കരുത്തിനാൽ, എൻ്റെ കഴിവിനാൽ, എൻ്റെ ഉപവാസത്താൽ, എൻ്റെ പ്രാർത്ഥനയുടെ ആധിക്യത്താൽ, എൻ്റെ ഇതിനാലൊക്കെ ഞാൻ ഇതൊക്കെ ചെയ്തെടുത്തു. അത് നെബൂഖദ്നേസർ പറഞ്ഞതിന് തുല്യമാണ്. എൻ്റെ സ്വർഗത്തിലെ ദൈവം എനിക്ക് ദാനമായി തന്നതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. ആ ദാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. സൗജന്യമായി ദൈവം എനിക്ക് തന്ന രക്ഷ, സൗജന്യമായി എനിക്ക് നൽകി തന്ന സൗഖ്യം, വിടുതൽ എല്ലാം ദൈവത്തിൻ്റെ ദാനമത്രേ, കൃപയത്രേ. ആ കൃപയിലാണ് ഞാൻ ഇന്ന് നിലനിൽക്കുന്നത്. കർത്താവെ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ എന്നെ തന്നെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. അത് ഞാൻ അക്നോളജ് ചെയ്യുന്നു. ഫിലോമോൻ്റെ ലേഖനത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അക്നോളജിങ് ഓഫ് എവറി your faith become effective by acknowledging of every good things that you have in Christ Jesus. നമ്മുടെ വിശ്വാസം ഉറപ്പുള്ളതും പ്രാവർത്തിക തലത്തിൽ വരുന്നതും എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ക്രിസ്തുയേശുവിൽ നമുക്ക് സൗജന്യമായി നൽകി തന്നിരിക്കുന്നതിനെ കുറിച്ചുള്ള നമ്മുടെ അക്സെപ്റ്റൻസ് ആണ്. അതായത്, അപ്പാ അങ്ങനെ ചേഞ്ച് ചെയ്തു, ഞാൻ പുതിയ സൃഷ്ടിയാണ്, എന്നെ പുതിയ സൃഷ്ടിയാക്കി തന്നതിനായിട്ട് നന്ദി, എന്നിൽ കൂടി ഇനി വ്യാപരിക്കാൻ പോകുന്നത് ദൈവികമായിരിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ള അക്സെപ്റ്റൻസ്. കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. നാം കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ നോക്കി പാർക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. എന്താ കാണുന്നത്? എന്തുവാ? ഞാൻ ആ പഴയ മനുഷ്യൻ തന്നെയാ. അതല്ല, സത്യം എന്തുവാ? നിത്യമായത് എന്താ? കാണാത്തതാ. അതായത് ദൈവം എൻ്റെ ഉള്ളത്തിൽ വരുത്തി വെച്ച ഒരു പരിവർത്തനം, ഒരു പുതിയ സൃഷ്ടിയാക്കി എന്നെ തീർത്തു. അതിൻ്റെ ബോധ്യത്തിലാണ് ഞാൻ നടക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ ബോധ്യത്തിൽ ഞാൻ നടക്കുമ്പോൾ എന്നിൽ കൂടെ ദൈവിക സ്വഭാവങ്ങൾ നമ്മൾ പോലും അറിയാതെ ഒഴുകുവാനായിട്ട് തുടങ്ങും. അല്ലാതെ നമ്മൾ മസിൽ പിടിച്ച് ബലം പിടിച്ച് നടത്തുന്ന ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. ആ ജീവിതം അതിന് കർത്താവിൻ്റെ ഒന്നും ആവശ്യമില്ല. ആർക്കും വേണമെങ്കിൽ നല്ല മനുഷ്യനായിട്ട് ജീവിക്കാം. നല്ല മനുഷ്യനായിട്ട് ജീവിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല കർത്താവ് പറഞ്ഞത്, പുതിയ സൃഷ്ടിയായി ജീവിക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ചെയ്ത അതേ പ്രവൃത്തികളെ ചെയ്യുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് റിലേറ്റീവ്ലി ഒരു ഗുഡ് പേഴ്സണായിട്ട് ജീവിക്കാനാണെങ്കിൽ ക്രിസ്തീയ മാർഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല മുസ്ലിങ്ങളും ഉണ്ട്, നല്ല ഹിന്ദുക്കളും ഉണ്ട്, നല്ല ബുദ്ധമതക്കാരുണ്ട്, നല്ല ദൈവമില്ലാത്തവരൊക്കെ ഉണ്ട്.
നല്ല ആൾക്കാരായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് കഴിയുന്നത് പോലെ കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് മനുഷ്യന് ചെയ്യുന്നതെല്ലാം ചെയ്ത് ജീവിച്ചു പോകാൻ വേണ്ടിയല്ല. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട ഒരു പുതിയ സൃഷ്ടിയായി ക്രിസ്തുവേശുവിനെ വഹിക്കുന്ന പാത്രങ്ങളായി ക്രിസ്തുവേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുന്നവരായിട്ട് തീരുവാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നമ്മുടെ മനസ്സ് പുതുക്കുക, രൂപാന്തരപ്പെടുക, കർത്താവായ യേശു ചെയ്ത പ്രവൃത്തിയിൽ പൂർണ്ണമായിട്ട് വിശ്വാസമർപ്പിക്കുക. അങ്ങനെ നമ്മൾ വിശ്വാസമർപ്പിക്കുമ്പോൾ ക്രിസ്തുവേശുവിൻ്റെ സ്വഭാവം നമ്മളിൽ കൂടെ വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതിനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ എന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഞാനത് വീണ്ടും അയക്കാം. ഈ പറഞ്ഞ വാക്യങ്ങൾ ഒന്നുകൂടെ പോയി ധ്യാനിക്കുക. പറഞ്ഞതുപോലെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞത് അതുപോലെ എടുക്കണമെന്നില്ല, നിങ്ങൾ പോയിട്ട് വായിക്കുക, പഠിക്കുക. ഇത് നമ്മുടെ നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഒരാൾ പറയുന്നത് ചുമ്മാ കേട്ട് എടുക്കാനല്ല പറയുന്നത്. ദൈവവചനം വായിച്ചിട്ട് അത് അങ്ങനെ തന്നെയോ എന്ന്. ബരോവയിലുള്ള വിശ്വാസികൾ നല്ല ആൾക്കാരാണ്, നല്ല ഉത്തമന്മാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഉണ്ടല്ലോ, നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ തിരുവചനം അതങ്ങനെ തന്നെ ഒന്ന് പരിശോധിക്കാനും കൂടുതൽ പഠിക്കാനും. ദൈവം ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ നമ്മളോട് സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതിനായിട്ട് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നപ്പാ. കർത്താവെ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തെ ഞങ്ങൾക്ക് നൽകി തരുന്നു. കർത്താവെ, ആ വചനത്തെ ഗ്രഹിക്കുവാൻ കർത്താവെ അപ്പാ, ഞങ്ങളുടെ ഈ വചനം അപ്പാച്ച വഴിയരികിലോ കർത്താവെ അപ്പം പറവ വന്ന് എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലോ, ഇപ്പം പാറപ്പുറത്തോ സൂര്യൻ്റെ ചൂടേക്കുമ്പം ക്ഷീണിച്ചു പോകുന്ന അവസ്ഥയിലോ, അപ്പോൾ ദിനംതോറുമുള്ളതായിട്ടുള്ള ചിന്താകുലങ്ങളും ആകുല ചിന്തകൾ കൊണ്ട് ഞെരിച്ച് കളയുവോ ഇടവരാതെ ഏറ്റവും നല്ല നിലത്ത്, നല്ല ഹൃദയത്തിൻ്റെ ഏറ്റവും നല്ല ശ്രേഷ്ഠമായ ഭാഗത്ത് തന്നെ വിതയ്ക്കപ്പെടുവാൻ കർത്താവെ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു തോട്ടം പോലെ അതിനെ കെട്ടിയടച്ച് സൂക്ഷിച്ച് അതിൽ വളർന്ന് 100 മേനി തന്നെ ഫലം ഞങ്ങളുടെ ജീവിതത്തിൽ കായ്പാൻ തക്കവണ്ണം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് അപ്രകാരം ചെയ്യുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഈ വചനം കേട്ട ഓരോരുടെയും ജീവിതത്തിൽ ഇത് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. കർത്താവ് പ്രാർത്ഥന കേട്ടനായ സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.